രാവിലെ മട്ടൺ വാങ്ങിക്കാൻ പോകണമായിരുന്നു. കാരണം മട്ടൻ്റെ അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം രാവിലെ പോയാലേ കിട്ടത്തുള്ളൂ. അങ്ങനെ മട്ടനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ കൊച്ചിന് ടിഫിൻ കൊണ്ടുപോകാനായിട്ട് പെട്ടെന്ന് 2-3 ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിഞ്ഞതിന് ശേഷം അതൊന്ന് വഴറ്റി അതിൻ്റെ അകത്ത് ഇച്ചിരി സ്വല്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി ഇതെല്ലാം ഇച്ചിരിച്ചേ ഇട്ടിട്ട് ഓരോന്നുള്ളിട്ടിട്ട് ഈ പീസാക്കിയ ചപ്പാത്തികൾ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ അവന് ചപ്പാത്തി മസാല ഇപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ജോലികളെല്ലാം പെട്ടെന്ന് തീർത്തതിന് ശേഷം മട്ടൻ്റെ അച്ചാർ ഇടാനുണ്ട്. അപ്പോൾ ഒരു മത്തങ്ങായും പയറും കൂടി ഇട്ടൊരു കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുക്കുന്ന നേരം കൊണ്ട് കുറച്ച് പയർ ഞാനെടുത്ത് വെള്ളത്തിലോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ മത്തങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. വന്ന വഴിക്ക് അച്ചാറിടാനായിട്ട് നല്ല കറിവേപ്പില വാങ്ങിച്ചുകൊണ്ട് വന്ന് അതൊന്ന് ഇതളാക്കി വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വെള്ളം വാലാനായിട്ട് വെക്കണം. ഇവിടെ സ്ഥിരം കാണുന്നതാണ് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും ടൊമാറ്റോ ചട്നിയും. ഇവിടെ ചപ്പാത്തിക്ക് ഇവർക്ക് ഇതിൽ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഇത് രണ്ടും മിക്കവാറും കാണും. നമ്മുടെ കറിക്ക് കടുകൊക്കെ വറുത്ത് ചേർത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്.